വർഷം 2004 കാലിഫോർണിയയിൽ സമയം കൃത്യം രാത്രി 11 മണിയായിട്ടുണ്ട്. 21 വയസ്സുള്ള ലോറ ഉറങ്ങാനായി അവളുടെ കിടപ്പുമുറിയിലേക്ക് പോയി. അവളുടെ വളർത്തുനായയും അതേ മുറിയിൽ ഉറങ്ങുന്നുണ്ട്. രാത്രി 2 മണിയായി കാണും. നായ നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി. കുരകേട്ട് ലോറയും ഉണർന്നു. അപ്പോൾ മുകളിലെ റൂമിൽ നിന്ന് ഒരു ബഹളം കേട്ടു. അവളുടെ റൂംമേറ്റ് ബോയ്ഫ്രണ്ടിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കും എന്നാണ് യഥാർത്ഥത്തിൽ വിചാരിച്ചത്. പക്ഷേ അതിനുശേഷം അലർച്ചയുടെയും വഴക്കിൻ്റെയും ശബ്ദം കേട്ടു. എന്താണ് അതെന്ന് അറിയാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അജ്ഞാതനായ ഒരാൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരുന്നതും അയാൾ മുൻവശത്തെ ജനാലയിൽ കൂടി രക്ഷപ്പെട്ട് ഓടുന്നതുമാണ് കണ്ടത്. പക്ഷേ അവൾക്ക് അവൻ്റെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവൾ മുകളിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച റൂംമേറ്റ്സ് 2 പേരും ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. 2 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ചെറിയ തെളിവുകൾ കൊണ്ട് പോലീസ് കൊലയാളിയെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത്. കൂട്ടുകാരികളുടെ മരണം കണ്ട് ഞെട്ടിപ്പോയ ലോറ ഉടൻ തന്നെ 911 നമ്പറിലേക്ക് വിളിച്ചു. അല്പസമയത്തിനുള്ളിൽ പോലീസ് അവിടെയെത്തി. 26-കാരിയായ അഡ്രിയാനയും 25-കാരിയായ ലെസി മസാറയും കൊല ചെയ്യപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ലെസി മസാറ അവളുടെ പ്രദേശത്തെ ഒരു മോഡലായിരുന്നു, മീൻസ് ബ്യൂട്ടി ക്യൂൻ. അഡ്രിയാന ഒരു സിവിൽ എഞ്ചിനീയറും. ഫോറൻസിക് സംഘം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് എല്ലാ തെളിവുകളും ശേഖരിച്ചു. അവർക്ക് പല സ്ഥലങ്ങളിലും രക്തക്കറകൾ കാണാൻ കഴിഞ്ഞു. ആദ്യം ലെസിയുടെ മുറിയിലേക്ക് പോയ കൊലയാളി അവളെ ആക്രമിക്കുമ്പോഴുള്ള ശബ്ദം കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന അഡ്രിയാന ലൈറ്റ് ഓൺ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവൻ അഡ്രിയാനയുടെ മുറിയിൽ ചെന്ന് അവളെയും ആക്രമിക്കുകയായിരുന്നു. അഡ്രിയാനയുടെ കണ്ണട പകുതിയായി മുറിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അവൾ രക്ഷപ്പെടാനായി ആക്രമിയുമായി മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ടാവുമെന്നാണ്. അവളെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അവൻ മുൻവശത്തെ ജനാലയിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ജനാലയിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് 3 സിഗരറ്റ് കുറ്റികൾ പോലീസ് കണ്ടെടുത്തു. അത് അക്രമി അവിടെ നിന്ന് പുകവലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. 2 കുറ്റികൾ വീടിന് മുന്നിലും 1 വീട്ടുമുറ്റത്തുമായിരുന്നു. ഫോറൻസിക് സംഘത്തിന് അത് ഒരു പ്രധാന തെളിവായിരുന്നു. കാരണം സിഗരറ്റ് കുറ്റികൾ DNA ടെസ്റ്റിന് വളരെ സഹായകമാകുമെന്നാണ് ശാസ്ത്രീയ കണ്ടെത്തൽ. കൂടാതെ കൊലയാളി രക്ഷപ്പെട്ട മുൻവശത്തെ വിൻഡോയുടെ അടിയിൽ സിപ്പ് ലോക്ക് ടാഗിൻ്റെ ഒരു ബണ്ടലും കിട്ടി. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലയാളി വീടിനകത്ത് കടന്നത് എന്ന് അവർ മനസ്സിലാക്കി. വീടിനുള്ളിലെ രക്തസാമ്പിളുകൾ, കിടപ്പുമുറിയുടെ ചുമരുകളിലുള്ള കൈ അടയാളങ്ങൾ തുടങ്ങി മൊത്തത്തിൽ 72 തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി എടുത്തു. ഈ വാർത്ത പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ പരന്നു. ഇത് ഒരു സീരിയൽ കില്ലറായിരിക്കുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. കൊല നടന്ന സമയത്ത് കൊല നടന്ന അതേ വീട്ടിൽ നിന്ന് കൊലയാളിയെ കണ്ട് അവളുടെ സുഹൃത്തുക്കൾ മരിച്ചു കിടക്കുന്നതായി കണ്ട് പോലീസിനെ വിളിച്ച ലോറ ആരാണ് ഇത് ചെയ്തത് എന്നും വീട്ടിൽ നിന്ന് ഒരു വസ്തുവും മോഷണം പോയിട്ടില്ല എന്നും എൻ്റെ കൂട്ടുകാരികൾക്ക് അവരെ കൊല്ലാൻ മാത്രമുള്ള ശത്രുക്കളായി ആരുമില്ല എന്നുമാണ് അവരോട് പറഞ്ഞത്. കൊലയാളി ആദ്യം ലെസിയെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ഫോറൻസിക് ടീം കണ്ടുപിടിച്ചു. ഒരുപക്ഷെ അവളുടെ മുറി ഗോവണിപ്പടിയുടെ അടുത്തായതുകൊണ്ടാകുമോ അവൻ ആദ്യം ലെസിയെ ആക്രമിച്ചത്? അതോ കൊലയാളിയുടെ ലക്ഷ്യം ലെസിയായിരുന്നോ എന്ന് പോലീസ് ചിന്തിച്ചു. കട്ടിലിൽ കിടക്കുമ്പോഴാണ് ലെസി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവുക. പോലീസ് കാണുമ്പോൾ അവൾ കട്ടിലിൽ മരിച്ചു കിടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഉറക്കത്തിലായിരുന്ന അവൾ അറിഞ്ഞിരിക്കുകയില്ല. ലെസിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ അവളുടെ മുൻ കാമുകൻ്റെ പിതാവ് അവളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി അവർ മനസ്സിലാക്കി. അതിനുശേഷമാണ് അവൾ അവിടം വിട്ട് കാലിഫോർണിയയിലേക്ക് വന്നത്. എന്നാൽ അയാൾ അപ്പോഴും ഫോണിൽ വിളിച്ച് അവളെ ശല്യപ്പെടുത്തി. അതുമാത്രമല്ല, കൊലപാതകം നടന്ന അന്നുപോലും പലതവണ അയാൾ ലെസിക്ക് കാൾ ചെയ്തിരുന്നു. എന്നാൽ അതേപ്പറ്റി പോലീസ് അന്വേഷിച്ചപ്പോൾ അവളുടെ ബോയ്ഫ്രണ്ടും അവൻ്റെ അച്ഛനും അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതിന് തെളിവുണ്ടായിരുന്നു. 2 പേരും 1000 കിലോമീറ്റർ ദൂരെ സൗത്ത് കരോലിന എന്ന നാട്ടിലായിരുന്നു. അടുത്തത് ആ വീട്ടിൽ അന്ന് ജോലിക്ക് വന്നിരുന്ന ഒരു വർക്കറെ ആയിരുന്നു സംശയം. അയാളെ ചോദ്യം ചെയ്തപ്പോൾ
കൊലപാതകം നടക്കുന്ന സമയത്ത് അയാൾ മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന തെളിവും കണ്ടെത്തി. അങ്ങനെ മരണപ്പെട്ട പെൺകുട്ടികളുടെ എക്സ് ബോയ് ഫ്രണ്ട്സ്, കറൻറ്റ് ബോയ് ഫ്രണ്ട്സ്, വീട്ടുജോലിക്കാർ തുടങ്ങി 200ഓളം പേരെ വിചാരണ ചെയ്തെങ്കിലും അത്തരത്തിൽ ഒരു കൊലപാതകിയെ പോലും ഉള്ളതായി കണ്ടില്ല. തുടർന്ന് അവർ ആ കേസിൽ ഒരു പ്രധാന തെളിവ് കണ്ടെത്തി. അവർ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അത് മരണപ്പെട്ട പെൺകുട്ടികളുടേതല്ല എന്ന് കണ്ടെത്തി. അത് ഒരു പുരുഷൻ്റേതാണ്. അവൻ ജനാലയിലൂടെ രക്ഷപ്പെട്ടപ്പോൾ അവിടെ ആയതായിരിക്കണം. അഡ്രിയാനയും അവനും മൽപ്പിടുത്തം നടത്തുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനുമിടയിൽ കത്തി തെന്നി സ്വയം മുറിവേറ്റിരിക്കാം. മാത്രമല്ല, കൊലയാളി ഒരു വലം കയ്യനാണ്. അവൻ ഗോവണിപ്പടികൾ ഇറങ്ങി ഓടിയപ്പോൾ തൻ്റെ വലതുകൈ സ്റ്റെപ്പ് ഭിത്തികളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അവൻ്റെ രക്തം ഭിത്തിയിൽ പതിഞ്ഞത്? ഇപ്പോൾ പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ സിഗരറ്റ് കുറ്റികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സിഗരറ്റ് കുറ്റികളിലെ DNA പരിശോധിച്ചപ്പോൾ അത് സ്റ്റെപ്പിലെ രക്തക്കറയുടെ DNAയുമായി പൊരുത്തപ്പെട്ടു. മാത്രമല്ല, ജനാലയ്ക്കടുത്ത് കണ്ടെത്തിയ സിപ്പ് ലോക്ക് ടാഗിൽ ശരീരത്തിലെ രോമങ്ങൾ കുടുങ്ങിയിരുന്നു. അതും ആ DNAയുമായി പൊരുത്തപ്പെട്ടു. ജയിൽവാസികളും ജയിൽ മോചിതരുമായ ക്രിമിനൽസിൻ്റെ DNA റിപ്പോർട്ടുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാഷണൽ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 40 ലക്ഷം DNA പ്രൊഫൈലുകൾ ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരിൽ ആരെങ്കിലുമായി ഇത് സാമ്യമുണ്ടോ, പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. പക്ഷേ അത് ആരുമായും പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിനാൽ ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് പോലീസിന് ഒരു ഐഡിയയും കിട്ടിയില്ല. അവർ വീണ്ടും സിഗരറ്റ് കുറ്റികൾ വിശദമായി പരിശോധിച്ചു. എന്നാൽ ഇത്തവണ അവർ മറ്റൊന്ന് കണ്ടുപിടിച്ചു. സിഗരറ്റ് കുറ്റികളുടെ അറ്റത്ത് ഒരു ലോഗോ ഉണ്ടായിരുന്നു. ആ സിഗരറ്റ് ബ്രാൻഡുകളുടെ ലോഗോ ആയിരുന്നു അത്. ഏത് ബ്രാൻഡ് ചിഹ്നമാണെന്ന് അവർ അന്വേഷിച്ചപ്പോൾ അത് ക്യാമൽ ടർക്കിഷ് ഗോൾഡ് ബ്രാൻഡാണെന്ന് കണ്ടെത്തി. ഇത് പുതിയ ബ്രാൻഡാണെന്ന് മാത്രമല്ല, പുതിയതായി വിപണിയിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ഫോറൻസിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊലയാളിയുടെ ഭാഗങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അവർ പരിശോധിച്ചു. കൊലയാളിക്ക് സുന്ദരമായ മുടിയും പച്ചയോ നീലയോ ആയ കണ്ണുകളുമാണ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായി. പോലീസ് ശേഖരിച്ച എല്ലാ തെളിവുകളും കാണിച്ച് ഈ കേസിൽ അവർ കൊലയാളിയുടെ സമീപത്തു തന്നെ എത്തിയിരിക്കുന്നു എന്ന് കാണിച്ച് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചു. അതുവഴി സമൂഹത്തിലെ ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞാൽ അവനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുമെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ കൊലപാതകി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ വീട്ടിൽ നിന്ന് TV-യിൽ ഇതെല്ലാം കാണുകയായിരുന്നു. അവർ തൻ്റെ മുടിയുടെ നിറവും സിഗരറ്റ് ബ്രാൻഡും കണ്ണിൻ്റെ നിറവും വരെ കണ്ടെത്തിയിരിക്കുന്നു. മിക്കവാറും ഉടൻ തന്നെ താൻ പിടിക്കപ്പെടുമെന്ന് അയാൾ മനസ്സിലാക്കി. ലോറയോട് പോലീസ് അവൾക്കറിയാവുന്ന എല്ലാ പുകവലിക്കാരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. അവരിൽ ഒരാൾ കൊലയാളിയായിരിക്കുമെന്ന് പോലീസ് സംശയിക്കുന്നു. ഈ ബ്രാൻഡ് വലിക്കുന്ന ആരെയെങ്കിലും അറിയുമോ എന്ന് പോലീസ് ലോറയോട് ചോദിച്ചു. 25 വയസ്സുള്ള എറിക് കോപ്പിൾ ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. കൂടാതെ മരണപ്പെട്ടവരിൽ ഒരാളുടെ സുഹൃത്താണ് എറിക് എന്നും പറഞ്ഞു. എന്നാൽ പോലീസ് ആളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. പോലീസിന് ഒരു ഫോൺ കോൾ വന്നു. എറിക് ആയിരുന്നു അത്. തനിക്ക് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ കൊലപാതകം ചെയ്തത് താനാണെന്ന് പറഞ്ഞു അയാൾ സ്വയം കീഴടങ്ങി. അയാൾക്ക് അഡ്രിയാനയെ അറിയാം. എന്നാൽ അവൻ പറയുന്നത് സത്യമാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പ്രസ് മീറ്റിൽ പറയാതിരുന്ന രേഖകൾ വെച്ച് പോലീസ് ചോദ്യം ചെയ്തു. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. മാത്രമല്ല, DNA, കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ രക്തസാമ്പിൾ, സിഗരറ്റിൽ നിന്നുള്ള DNA എന്നിവ എറിക്കുമായി പൊരുത്തപ്പെട്ടു. കുറ്റം സമ്മതിച്ചതിന് ശേഷം കൊലപാതകത്തിൻ്റെ കാരണം താൻ പറയില്ലെന്ന് എറിക് പറഞ്ഞു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് 2 കൊലപാതക കുറ്റം ചുമത്തി. താൻ ഈ കൊലപാതകം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അവൻ പിന്നീട് പറയാൻ തുടങ്ങി. എറിക് ലില്ലി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോവുകയായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. എന്നാൽ ലില്ലിയുടെ കൂട്ടുകാരിയായ അഡ്രിയാന അവനെ വിവാഹം കഴിക്കരുതെന്നും അവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ ലില്ലിക്ക് കിട്ടുമെന്നും പറഞ്ഞു. അതിനാൽ ലില്ലി അവനുമായുള്ള ബന്ധം വേർപെടുത്തി. കൊലപാതകം നടന്ന ദിവസം ലില്ലിയെ ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ ലില്ലി അവനെ അപമാനിക്കുകയും അവിടെ നിന്ന് ഇറക്കിവിടുകയും ചെയ്യുകയായിരുന്നു. എറിക് വീട്ടിൽ വന്ന് മദ്യപിക്കാൻ തുടങ്ങി. പാർട്ടിയിൽ സംഭവിച്ചത് അയാളെ മാനസികമായി തകർത്തിരുന്നു. ഇതിനെല്ലാം കാരണം അഡ്രിയാനയാണ് എന്ന് അയാൾ ചിന്തിച്ചു. പ്രതികാരദാഹത്താൽ അവളെ കൊല്ലാൻ തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ അഡ്രിയാനയുടെ വീടിന് മുന്നിൽ പോയി നിന്നു.
ഒരു സിഗരറ്റ് പുകച്ച് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. അതിനുശേഷം വീടിൻ്റെ മുൻവശത്തെ ജനാലയിലൂടെ അകത്തേക്ക് കയറി. അവിടെ വെച്ചാണ് സിപ്പ് ലോക്ക് ബണ്ടൽ അവനറിയാതെ താഴെ വീണത്. അവൻ്റെ DNA അതിൽ പറ്റിപ്പിടിപ്പുണ്ടായിരുന്നു. താഴത്തെ മുറിയെക്കുറിച്ചും അവിടെ ഉറങ്ങുന്ന പെൺകുട്ടിയെക്കുറിച്ചും അറിയാതെയാണ് ആദ്യം മുകളിലേക്ക് പോയത്. ലെസിയുടെ മുറി പടിക്കെട്ടിന് അടുത്തായിരുന്നു. ആരാണെന്നറിയാതെയാണ് അവൻ അവളെ കൊന്നത്. തൊട്ട റൂമിൽ കിടന്നിരുന്ന അഡ്രിയാന ശബ്ദം കേട്ടുണർന്ന് ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് എറിക് അവളെ കണ്ടത്. തുടർന്ന് അവളെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നതിന് ഇടെയാണ് അവൻ്റെ കയ്യിന് പരിക്കേറ്റത്. പക്ഷേ എങ്ങനെയോ അവൻ അഡ്രിയാനയെ കൊന്നു. കൂടാതെ കയ്യിൽ മുറിവേറ്റിട്ടുണ്ട് എന്നറിയാതെ പടിയിലും ചുമരിലും ജനലിലും കൈകൾ വെച്ചു. അവിടെയെല്ലാം അയാളുടെ രക്തം പറ്റിപ്പിടിച്ചു. പടികളിൽ ഇറങ്ങി ഓടുന്ന സമയത്താണ് എന്തോ ശബ്ദം കേട്ട് ലോറ അവളുടെ കിടപ്പുമുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. താഴത്തെ മുറിയെക്കുറിച്ച് അയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും ലോറ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകില്ല. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അടുത്ത ദിവസം അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു. പോലീസിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രസ് മീറ്റ് കണ്ടത്. പോലീസ് തീർച്ചയായും തന്നെ പിടികൂടുമെന്ന് മനസ്സിലാക്കിയ ശേഷം അവൻ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മരിക്കുക, മറ്റൊന്ന് കീഴടങ്ങുക. അവൻ രണ്ടാമത്തേത് തീരുമാനിച്ചു. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും പാര പണിയുകയും ചെയ്തതുകൊണ്ടാണ് അഡ്രിയാനയ്ക്ക് ഇത് സംഭവിച്ചത്. കൂട്ടത്തിൽ അവൾ കാരണം ലെസി എന്ന നിരപരാധിയായ പെൺകുട്ടിയുടെയും ജീവൻ ബലിയാവുകയായിരുന്നു.